പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കുമാകാം നല്ലൊരു വായനക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു വായനക്കാരി. ഇതുവരെ വായനാശീലം ഒട്ടുമില്ലാതിരുന്ന, പഠിക്കാനുള്ളതോ അല്ലാത്തതോ ആയ ബുക്കുകൾ പോലും വായിക്കാൻ ഒട്ടും ശീലമില്ലാതിരുന്ന ഒരാളാണെങ്കിൽ പോലും നല്ലൊരു ശീലം ഉണ്ടാക്കിയെടുക്കും. ചില കാര്യങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിക്കണം. എങ്ങനെ തുടങ്ങണം? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷേ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ആരാ ഇത് പറഞ്ഞേ? ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം ഗുരുവായ കുഞ്ഞുണ്ണി മാഷിൻ്റെ സെൻറ്റൻസാണ്. അതോർക്കും. എങ്ങനെ തുടങ്ങണം? ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത് എടുക്കുന്ന ഒരു ചെറിയ ബുക്കായിരിക്കണം. ഒരു പേജുകളുടെ എണ്ണം 25-ലപ്പുറമില്ലാത്ത വളരെ ചെറിയ സൈസുള്ള, വലിയ തടിച്ച ബുക്കല്ല, ചെറിയ ഒരു A4 പേപ്പറിൻ്റെയൊക്കെ 1/4 സൈസുള്ള ഒരു കുഞ്ഞു ബുക്ക്, ഒരു 10-20 പേജുകൾ മാത്രമുള്ള ഒരു കൊച്ചു ബുക്കാവട്ടെ. അങ്ങനത്തെ കുഞ്ഞു ബുക്കായിരിക്കണം തുടങ്ങാൻ. അതേ പെട്ടെന്ന് വായിച്ചു തീരുകയുള്ളൂ. ഇനി അത്തരം ബുക്കുകളിൽ തന്നെ നിങ്ങൾക്ക് ലോകത്തിൽ എന്തിനോടെങ്കിലും ഇഷ്ടം കാണുമല്ലോ. ഒന്നിനും ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ ലോകത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ബുക്കായിക്കോട്ടെ. കാർട്ടൂൺ ബുക്കോ, കഥാ ബുക്കോ, നോവലോ, ചരിത്രമോ, യാത്രാവിവരണമോ, പുരാണമോ, ഇതിഹാസമോ, എന്തുമായിക്കോട്ടെ. വ്യത്യസ്ത വ്യക്തികൾക്ക് താല്പര്യം വ്യത്യസ്ത മേഖലകളായിരിക്കുമല്ലോ. ഏത് മേഖലയാണോ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം, ആ മേഖലയുമായി ബന്ധപ്പെട്ട ബുക്കായിരിക്കണം ആദ്യം വായിക്കേണ്ടത്. അത് ഏറ്റവും ചെറിയ ബുക്കായിരിക്കണം. കഴിയുന്നതും മാതൃഭാഷയിലെ ബുക്കായിരിക്കണം ആദ്യം വായിക്കേണ്ടത്. കുഞ്ഞു ബുക്കാവുമ്പോൾ വേഗം വായിച്ചു തീരും. വലിയ ബുക്കൊക്കെ ആദ്യമേ എടുത്താൽ കുറച്ച് പേജ് കഴിയുമ്പോൾ ശല്യം വായിച്ചു തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ തോന്നും. അതുകൊണ്ട് ചെറിയ പുസ്തകത്തിൽ തുടങ്ങും. പിന്നെ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് കഴിയുന്നതും വിലയ്ക്ക് വാങ്ങരുത്. നിങ്ങൾക്ക് ബുക്ക് സ്വന്തമായി കഴിഞ്ഞാൽ വിചാരിക്കാം, ഇതെൻ്റെ കസ്റ്റഡിയിലല്ലോ, നാളെ വായിക്കാം, നാളെ വിചാരിക്കും മറ്റന്നാൾ വായിക്കാം, മാറ്റി മാറ്റി വയ്ക്കും, പിന്നെ അടുത്ത ആഴ്ച വായിക്കാമെന്ന് വിചാരിക്കും. അടുത്ത മാസമാവും, അടുത്ത വർഷമാവും. ആ ബുക്ക് എങ്ങനെ പുതിയതായിട്ട് പൊടിയടിഞ്ഞ് അവിടെ ഇരിക്കും. ലൈബ്രറി ബുക്ക് എടുത്ത് വെച്ച് വായിക്കുക. ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്താകുമ്പോൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് വായിച്ചേ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷൻ വരും. അതുകൊണ്ട് ബുക്ക് വിലയ്ക്ക് വാങ്ങാതെ, കയ്യിൽ നിങ്ങൾ എത്ര കാശും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ കോടീശ്വരനായാലും ശരി, ബുക്ക് വിലയ്ക്ക് വാങ്ങാതെ ലൈബ്രറിയിൽ പോയി ബുക്ക് എടുത്ത് വായിക്കുക. അതാണ് വേണ്ടത്. സ്വന്തം ബുക്കുകൾ വായിക്കാൻ അപൂർവം ഒരു 1000-ൽ നല്ല താല്പര്യം ഉണ്ടായിരിക്കാം. പലർക്കും സ്വന്തം ബുക്കാകുമ്പോൾ മാറ്റി മാറ്റി നീട്ടി കൊണ്ടുപോകാൻ തോന്നും. അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങണ്ട, ലൈബ്രറി നിറയ്ക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ബുക്കായാലും ആരോടും ബുക്ക് കടം ചോദിക്കരുത്. പുസ്തകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പുസ്തകം മറ്റൊരാൾക്ക് കടം കൊടുക്കാൻ കഴിയില്ല. മനസ്സുകൊണ്ട് ആ പുസ്തകം നിങ്ങൾക്ക് തരാൻ അവർക്ക് ഇഷ്ടമായിരിക്കില്ല. പിന്നെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം മുറിയാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ തന്നേക്കാം. പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു രൂക്ഷമായ സംഘടന നടക്കുന്നുണ്ടാവും. നിങ്ങളായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു മനപ്രയാസം ഉണ്ടാക്കരുത്. നിങ്ങളോട് അവരത് പറയില്ല. ഇനി അപൂർവം ചില വ്യക്തികളുണ്ട്, എന്ത് വന്നാലും പുസ്തകം കടം തരില്ല. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അവരോട് വെറുപ്പാവും, പിണക്കമാവും. ഒരു പുസ്തകത്തെ നല്ല സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആ പുസ്തകം കടം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരോടും പുസ്തകം കടം ചോദിക്കരുത്. നിങ്ങൾക്ക് ലൈബ്രറി പോകാമല്ലോ, ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാം. അപ്പോൾ നിശ്ചിത സമയം കഴിഞ്ഞ് കൊടുക്കാനുള്ളത് കൊണ്ട് നിങ്ങളത് സമയത്ത് വായിച്ചത്. ചെറിയ പുസ്തകങ്ങളിൽ തുടങ്ങി ക്രമേണ ആദ്യം ഒരു 20 പേജുള്ള ബുക്ക് വായിച്ചെങ്കിൽ പിന്നെ അത് 30 ആക്കാം, 40 ആക്കാം, 50 ആക്കാം, 100 ആക്കാം. കാലക്രമേണ സാധാരണ ബുക്കിലോട്ട് നിങ്ങളറിയാതെ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ബുക്കുകളായി ചെറിയ ബുക്കുകളിൽ തുടങ്ങുമ്പോൾ
കാലക്രമേണ നല്ല പുസ്തകങ്ങളിലോട്ട് നിങ്ങൾ സ്വയം വഴുതി വീണോളം നിങ്ങളറിയാതെ ഒരാഴ്ചയിൽ ഒരു 3 ബുക്കെങ്കിലും, ചെറിയ ബുക്കുകൾ, ഞാൻ പറഞ്ഞ 10-30 പേജൊക്കെ ഉള്ള കുഞ്ഞു ബുക്കുകൾ, ഒരാഴ്ചയിൽ 3 ബുക്കെങ്കിലും വായിക്കുന്നത് നിർബന്ധമായിട്ട് വായിക്കുക. അത് ക്രമേണ വളർന്ന് നിങ്ങളറിയാതെ മാസത്തിൽ ഒരു 15 ബുക്കെങ്കിലും ആയിട്ട് മാറും. അത് നോവലാവാം, കഥാബുക്കുകളാവാം, ശാസ്ത്രമാവാം, സാഹിത്യമാവാം, കഥകളാവാം, കവിതകളാകാം. ഒരു ബുക്ക് വായിച്ചു ചേർന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ആ ബുക്കിൻ്റെ രത്ന ചുരുക്കം നിങ്ങളൊന്ന് എഴുതണം സ്വയം. ഒരു വർഷം പുസ്തകങ്ങളുടെ രത്ന ചുരുക്കം നിങ്ങൾ എഴുതി ശീലമാക്കിയാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ബുക്ക് എഴുതാൻ തുടങ്ങും. നിങ്ങളായിട്ടൊരു എഴുത്തുകാരനാവും. നിങ്ങളുടെ പുസ്തകം മറ്റുള്ളവർ വായിക്കും. അങ്ങനെ നിങ്ങൾക്കുമാകാം ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി. ചെറിയ പുസ്തകങ്ങൾ തുടങ്ങി വലിയ പുസ്തകങ്ങളോട് വായനയിലൊക്കെ ശീലമാകുമ്പോൾ പഠിക്കാനുള്ള ബുക്കുകളൊക്കെ കൂടുതൽ നിങ്ങൾ വായിച്ചോളും. പഠനത്തിൽ നിങ്ങൾക്ക് രസമുണ്ടാകും, കൂടുതൽ പഠിക്കും, ഉയർന്ന മാർക്കുകൾ നേടും, നിങ്ങളുടെ ബുദ്ധിശക്തി കൂടും, ഉയർന്ന ജോലികൾ നിങ്ങൾക്ക് കിട്ടും. അന്ന് നിങ്ങൾ നല്ല കാശുകാരാകുമ്പോൾ നിങ്ങൾക്ക് വായനയ്ക്കൊക്കെ കൂടുതൽ ലൈബ്രറികളിൽ മെമ്പർഷിപ്പ് എടുത്ത് കൂടുതൽ ബുക്കുകൾ വായിക്കാം. അന്നും നിങ്ങൾ വലിയ പണക്കാരനായാലും ബുക്ക് സ്വയം വാങ്ങി വായിക്കേണ്ട, ലൈബ്രറി ബുക്ക് വായിച്ചാൽ എങ്കിലേ സമയത്ത് തീർക്കും. ഈ പറയുന്ന ഞാനും ചില ബുക്കുകൾ വാങ്ങിച്ച് വിലയ്ക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, തുറക്കാതെ വെച്ചിട്ടുണ്ട്. എന്നാൽ ലൈബ്രറിയിൽ എടുത്ത ബുക്കുകളൊക്കെ കൃത്യസമയത്ത് വായിച്ച് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തം ബുക്ക് ആക്കണ്ട, കടം വാങ്ങി വായിക്കുക. അത് ലൈബ്രറിയിൽ നിന്ന് സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ കടം ചോദിക്കരുത്, ഒരു ബുക്കും ആരോടും കടം ചോദിക്കരുത്. ഇങ്ങനെയൊക്കെ വായിക്കും. അത് നിങ്ങൾക്ക് കാർട്ടൂൺ വായിക്കാം, കഥകൾ വായിക്കാം, നോവൽ വായിക്കാം. ഇങ്ങനെ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണേൽ ചെയ്യാം. ഇങ്ങനെ ഒരു മലയാളം പുസ്തകമാണ് വായിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ദിവസം ഒരു 2 പേജെങ്കിലും നിങ്ങളായിട്ട് അതിനെ ഇംഗ്ലീഷിലോട്ടാക്കുക. അത് രാവിലെ ചെയ്തെങ്കിൽ രാത്രി നിങ്ങൾ ഇംഗ്ലീഷിലാക്കിയതിനെ തിരിച്ച് നിങ്ങൾ മലയാളത്തിലാക്കുക. എന്നിട്ട് ആ ഒറിജിനൽ മലയാളമായിട്ട് താരതമ്യം ചെയ്യും. അങ്ങനെ 1 വർഷം ചെയ്താൽ നിങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പണ്ഡിതരാകും കേട്ടോ. ഭാഷ നിങ്ങൾ ആരും പഠിപ്പിച്ചു തരാനുള്ളതല്ല, സ്വയം ആർജിക്കാനുള്ളതാണ്. എ ലാംഗ്വേജ് ഈസ് കോട്ട് ആൻഡ് നോട്ട് ടോട്ട്. നിങ്ങൾ ആരും പഠിപ്പിച്ചു തരാനുള്ളതല്ല, സ്വയം പിടിച്ചെടുക്കാനുള്ളതാണ്. ഇങ്ങനെ വായിക്കൂ. നല്ല ബുക്കുകളെക്കുറിച്ച് മറ്റുള്ളവരായിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. നല്ല വായനാശീലമുള്ളവരെ ചോദിച്ചാൽ നല്ല ബുക്കുകൾ ഏത് എന്നവർ നിങ്ങളെ ഉപദേശിക്കും. അതുകൊണ്ട് നല്ല വായനാശീലമുള്ളവരുമായി ഏതുതരം ബുക്ക് വായിക്കണമെന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഏതുതരം ഞാൻ എടുത്തു പറയാത്തത്, ഈ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സ് എനിക്കറിയില്ല, നിങ്ങളുടെ മേഖല ഏതാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ബുക്ക് സജസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ അബദ്ധമായി പോകും ചിലർക്കെങ്കിലും. നിങ്ങൾക്ക് പരിചയമുള്ള വായനാശീലമുള്ള ഒരാളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവർ മനസ്സിലാക്കുകയും ഏതുതരം ബുക്ക് വായിക്കണമെന്ന് അവർ പറയുകയും കൂടെ ചെയ്യും. അങ്ങനെ വായനാശീലമുള്ളവരുമായിട്ടും കൂടി സംസാരിച്ച് അവർ പറയുന്നവരെ കൊണ്ട് അത്തരം ബുക്കുകൾ ആവട്ടെ വായിക്കാൻ തുടങ്ങും. ഇങ്ങനെ വായന ശീലമാക്കുക. വായിക്കുമ്പോൾ ഉറച്ച് വായിക്കരുത് കേട്ടോ, സൈലൻറ്റ് റീഡിങ് മതി. ഉറച്ച് വായിക്കുന്നവർക്ക് ക്രമേണ വായന നിർത്താൻ തോന്നും. സൈലൻറ്റ് റീഡിങ്ങുകാർക്ക് ആ വായന തുടരാൻ പറ്റും. പിന്നെ ഇപ്പോൾ ശരിക്കുള്ള പ്രിൻ്റഡ് പുസ്തകം വായിക്കുന്നവർക്ക് ഈ ബുക്കുകൾ വായിക്കാൻ തുടങ്ങാം. ഈ ബുക്കുകൾ വായിക്കുന്നവർക്ക് പ്രിൻ്റഡ് ബുക്ക് വായിക്കാൻ തുടങ്ങാം. മാറി അങ്ങോട്ട് മാറുമ്പോഴും ഒരു ചെറിയ താല്പര്യ വ്യത്യാസമൊക്കെ ഉണ്ടാവും. താല്പര്യം ഒരുപക്ഷെ കൂടിയെന്ന് വരാം. അപ്പോൾ ഫിസിക്കൽ ബുക്ക് വായിക്കുന്നവർ ഈ ബുക്കിലോട്ട് മാറുക. അതിലോട്ട് മാത്രമായിട്ടല്ല ഞാൻ പറഞ്ഞ്, അതും കൂടി തുടങ്ങുക. ഈ ബുക്ക് മാത്രം വായിക്കുന്നവർ ഫിസിക്കൽ ബുക്കും കൂടി തുടങ്ങുക. പലരും കാശ് ലാഭിക്കാൻ വേണ്ടിയാണ് പ്രിൻ്റഡ് ബുക്കിന് പകരം ഈ ബുക്കിലോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബുക്കുകൾ വിലയ്ക്ക് വാങ്ങണ്ടല്ലോ, ലൈബ്രറി പോയി മെമ്പർഷിപ്പ് എടുത്താൽ മതി. ഇന്ന് പബ്ലിക് ലൈബ്രറിയിലേക്ക് പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതുതരം ബുക്കും അവിടെ കിട്ടും. കടം വാങ്ങി, അതായത് ലൈബ്രറിയിൽ നിന്ന് കടം വാങ്ങി ഉള്ള വായന ശീലമാക്കുക. പസിലുകൾ അടങ്ങിയ ബുക്കുകൾ കൂടെ വായിക്കാൻ ശ്രദ്ധിക്കുക. പസിലുകൾ അടങ്ങിയ ബുക്കുകൾ വായിക്കുമ്പോൾ ആ പസിലുകൾ നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ആദ്യകാലങ്ങളിലൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളൊരു പക്ഷേ സോൾവ് ചെയ്യില്ല, കുഴപ്പമില്ല. പക്ഷേ അത് നിങ്ങളുടെ ബുദ്ധിവികാസത്തിലും കൂടെ വഴിതെളിക്കും. വായനാശീലവും വർദ്ധിപ്പിക്കും, ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കും. അതുപോലെ റിഡിൽസ് ഉള്ള ബുക്കുകൾ വായിക്കുക. റിഡിൽസ് ഉള്ള ബുക്കുകളാകുമ്പോൾ വളഞ്ഞ വഴിക്ക് ചിന്തിച്ചാലേ ഉത്തരം കിട്ടും. അപ്പോൾ അത്തരം ബുക്കുകൾ വായിക്കുക. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ബുക്കുകൾ ആലോചിച്ച് നിങ്ങളുടെ താല്പര്യത്തിന് ഇണങ്ങുന്ന ബുക്കുകൾ വായിക്കുക. അതിൻ്റെ ചുരുക്കം തയ്യാറാക്കുക, എഴുതുക. അതിനെ മറ്റു ഭാഷയിലോട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിനെ തിരിച്ചും ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഭാഷാ നൈപുണ്യോടെ വർദ്ധിപ്പിക്കുക. അങ്ങനെ നിങ്ങൾക്കുമാകാം ഒരു മെടുക്കനോ മെടുക്കിയോ. വായനാശീലം വളർന്നതോടൊപ്പം ദ്വിഭാഷാ പാണ്ഡിത്യം നിങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു വായനക്കാരനോ വായനക്കാരിയോ ആയി ഒരു ബഹുമുഖ പ്രതിഭയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.